ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഡിഗ്രി സിലബസിലെ എക്കണോമിക്സ് വിഭാഗത്തിൽ GST എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. GST, അതിൻ്റെ ബെനിഫിറ്റ്, ആ ഒരു മേഖലയിൽ കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ GST എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതിനെക്കുറിച്ച് ഉള്ള കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. Which of the following statement are about GST? GST is to be collected at the point of sale. GST abolishes all direct taxes levied in India. Implementation of GST was started in 1st July 2017. അപ്പോൾ AB, AC, BC, ABC ഏതാണ്? ഓപ്ഷൻ A and C. GST is to be collected at the point of sale. Implementation of GST was started on 1st July 2017. ഓപ്ഷൻ 2 ആണ് ആൻസർ. അപ്പോൾ നമ്മൾ അറിയണം, GST എന്ന് പറയുന്നാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇസ് എൻ ഇൻഡയറക്റ്റ് ടാക്സ്. അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, ലെവിഡ് ഓൺ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദിസ് വിൽ ലീഡ് ടു ദി സെയിം ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് അക്രോസ് ഇന്ത്യ ആൻഡ് വാരിയസ് ഇൻഡയറക്റ്റ് ടാക്സസ് സച്ച് ആസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ഏതൊക്കെയാണ്? എക്സൈസ് ടാക്സ് ഇൻഡയറക്റ്റ് ആണ്, സർവീസ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, വാറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ആണ്, ലോട്ടറി വിൽ ബി അബ്സോർബ്ഡ് ബൈ GST. അപ്പോൾ GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് എന്താണ്? This will lead to the same type of indirect tax across India and various indirect tax like excise, service tax, VAT, entertainment, lottery tax, etc. will be absorbed in GST. The GST was launched in midnight on 1st July 2017. അപ്പോൾ 1st July 2017 ആണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഓക്കെ, ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. The GST divided into 5 different slabs. പല സ്ലാബുകളിലായിട്ടാണ് GST നിരക്കുള്ളത്. ഏതൊക്കെയാണ് സ്ലാബ്? 0, 5, 12, 18, 28. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്ലാബ്സ് ഓഫ് GST. ഏതൊക്കെയാണ്? 0, 5, 12, 18, 28. GST ഈസ് എ യൂണിഫൈഡ് ടാക്സ് ദാറ്റ് വിൽ ലെവി ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ അതൊരു യൂണിഫൈഡ് ടാക്സ് ആണ് ദാറ്റ് വിൽ ലെവി ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദിസ് ഈസ് ദി 122nd അമെൻമെൻറ്റ് ബിൽ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 122ാമത്തെ അമെൻമെൻറ്റ് ബില്ലാണിത്. GST ഈസ് ഡിവൈഡ് ഇൻ ടു 4 പാർട്സ്. 4 തരത്തിലുള്ള GST ഉണ്ട്. ഏതൊക്കെയാണ്? IGST, CGST, SGST ആൻഡ് UTGST. എന്താ IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. UTGST എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മോഡിറ്റീസ് ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് GST? GSTയിൽ പെടാത്ത ഐറ്റം ഏതായെന്ന് ചോദിച്ച് ഉത്തരം പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. ഇതിലെ പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. അപ്പോൾ alcohol for human consumption has been kept outside the purview of GST in India present. അപ്പോൾ ആൽക്കഹോൾ ഇതിൽ വരില്ല. അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്റ്റ് such as petroleum, crude, motor spirit, high speed diesel, natural gas, aviation turbine, etc. also kept outside the purview of GST. രണ്ടും GST നിരക്കിൽ വരുന്നതല്ല. ക്ലിയർ ആണ്? അപ്പോൾ എക്സംഷൻ ഓഫ് GST ആണ് ഈ പറഞ്ഞിരിക്കുന്നത്, എക്സംഷൻ ഓഫ് GST. അടുത്ത, വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു പാസ് ദ GST ബിൽ? ഏത് സ്റ്റേറ്റ് ആണ് GST ബിൽ ആദ്യമായിട്ട് പാസ്സാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം ആസാമാണ്. ഓപ്ഷൻ 4, ആസാം. The GST bill, goods and service tax bill, officially known as the Constitution 122nd Amendment Bill. അപ്പോൾ 122ാമത്തെ അമെൻമെൻറ്റ് ബില്ലും 101ാമത്തെ ഭേദഗതിയുമാണ് എന്ത്? GST എന്ന് പറഞ്ഞത് 2014. ഈസ് എ കോംപ്രഹെൻസീവ് ഇൻഡയറക്റ്റ് ടാക്സ് ഓൺ മാനുഫാക്ചർ, സെയിൽ ആൻഡ് കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഇന്ത്യ. The single pan India tax will replace the excise duty, countervailing duty and service tax and also state tax such as value added tax, entry tax, luxury tax. ഇതെല്ലാം മാറ്റി ഇങ്ങനെ ഒരു സിംഗിൾ ടാക്സ് വന്നത് GST. അതിനെ പറയുന്നത് GST. ആസാം ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് GST ബിൽ. ക്ലിയർ? ആസാം ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇന്ത്യ ടു പാസ് ദ GST ബിൽ. ക്ലിയർ ആണ്? അപ്പോൾ 102ാമത്തെ അമെൻമെൻറ്റ് ബില്ല്, 101ാമത്തെ അമെൻമെൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് GST? GSTയുമായി ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ്? ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. Quorum of GST Council should be 50%. അതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. Quorum of GST Council should be 50. ഏതാണ്? 1 ആണോ 2 ആണോ? ബോത്ത് 1 and 2 ആണ്. നെയ്തർ 1 and 2 ആണോ? ഓപ്ഷൻ C ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ്. ബോത്ത് 1 and 2. അതായത് ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. Quorum of GST Council should be 50. അപ്പോൾ എന്താണ് ഇത് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഹെൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. CGST, അതായത് സെൻട്രൽ GST, സ്റ്റേറ്റ് GST, ഇൻ്റഗ്രേറ്റഡ് GST are the 3 types of GSTs in India. CGST and SGST are levied on intra-state transactions. അതായത് സെൻട്രൽ GST മാത്രമേ SGST levied on intra-state transaction. CGST is collected by the center and SGST is by the corresponding state. CGST സെൻട്രലാണ് അത് കളക്ട് ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ്റാണ് കളക്ട് ചെയ്യുക. SGST സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുക. IGST എന്ന് പറയുന്നത് ഈസ് ചാർജ് ഇൻ ഇൻ്റർ സ്റ്റേറ്റ്, അതായത്
സംസ്ഥാനങ്ങളുടെ ഇടയിലൂടെ. ഓക്കെ, IGST എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചാർജ്ഡ് ഇൻ്റർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസാക്ഷൻ. ക്ലിയർ ആണ്. ഇനി ആർട്ടിക്കിൾ 279A എന്ന് പറയുന്നതാണ് GST കൗൺസിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് മസ്റ്റ് കൺസ്റ്റിറ്റ്യൂട്ട് എ GST കൗൺസിൽ അണ്ടർ 60 days ആഫ്റ്റർ 101 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ 101ാമത്തെ അമെൻമെൻറ്റ് ആക്റ്റാണ് ഏത്? അമെൻമെൻറ്റ് ആക്റ്റാണ് GST എന്ന് പറഞ്ഞാൽ 102ാമത്തെ അമെൻമെൻറ്റ് ബില്ലാണ് GST 2016. കോമ്പോസിഷൻ എന്തൊക്കെയാണ്? ചെയർമാൻ ആരാ? ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. മെമ്പർ യൂണിയൻ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ആൻഡ് റവന്യൂ. മെമ്പേഴ്സ് ആരൊക്കെയാണ്? മെമ്പർ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഇൻ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ്. അപ്പോൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ചെയർമാൻ, മെമ്പർ യൂണിയൻ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ റവന്യൂ. അതുപോലെ തന്നെ ബാക്കി സംസ്ഥാന ഗവൺമെൻറ്റിലെ എന്താണ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ ഡോമിനേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ എമംഗ് മെമ്പേഴ്സ്. റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്? ടാക്സസ്, സെസ് ആൻഡ് സർചാർജ് ലിവീഡ് ബൈ ദ യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് അതർ ലോക്കൽ ബോഡീസ്. ഓക്കെ, ടാക്സസ്. അപ്പോൾ ഇവരുടെ റെക്കമെൻഡേഷൻസ് ആണ് ടാക്സസ്, സെസ് ആൻഡ് സർചാർജ് ലിവീഡ് ബൈ ദ യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് അതർ ലോക്കൽ ബോഡീസ്. അതുപോലെ തന്നെ ഗൂഡ്സ് ആൻഡ് സർവീസസ് എക്സെപ്റ്റഡ് ഫ്രം GST. ടാക്സസ്, സെസ് ആൻഡ് ലിവിഡ് ബൈ ഗൂഡ്സ് ആൻഡ് സർവീസ് എക്സെപ്റ്റഡ് ഫ്രം GST. മോഡൽ GST ലോസ്, അപ്പോയിൻമെൻറ്റ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ത്രഷോൾഡ് ലിമിറ്റ്, ടേൺ ഓവർ റേറ്റ്സ്, എനി സ്പെഷ്യൽ റേറ്റ് ഓഫ് ദ സ്പെഷ്യൽ പീരിയഡ് ഡ്യൂറിങ് എനി നാച്ചുറൽ കലാമിറ്റി ഓർ ഡിസാസ്റ്റർ. അപ്പോൾ ഇവരുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഈ ഒരു കൗൺസിൽ റെക്കമെൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സസ്, സെസ്, സർചാർജ് ലിവീഡ് ബൈ യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് അതർ ലോക്കൽ ബോഡീസ്. അതുപോലെ തന്നെ ഗൂഡ്സ് ആൻഡ് സർവീസസ് എക്സെപ്റ്റഡ് ഫ്രം GST, മോഡൽ GST ലോസ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ത്രഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ. അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊവിഷൻസ് കൺസേണിംഗ് സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്, ആസാം, ജമ്മു ആൻഡ് കാശ്മീർ, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എക്സെട്ര. ഡേറ്റ് ഓഫ് ലെവി ഓൺ പെട്രോളിയം, ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഹാർമണൈസ്ഡ് നാഷണൽ മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി കോറം എന്ന് പറയുന്നത് എത്രയാണ്? കോറം എന്ന് പറയുന്നത് 50%, അതായത് മെമ്പേഴ്സിൻ്റെ 50%മെങ്കിലും കോറമാണ്. അപ്പോൾ രണ്ടാം സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി മെജോറിറ്റി ഫോർ ഡിസിഷൻ 3/4 of the weighted votes of present and voting. Hence statement 3 is correct. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1/3 ആണ്. സെൻട്രൽ ഗവൺമെൻറ് വെയിറ്റ് എത്രയാണ്? 1/3 വെയിറ്റേജ്. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് വെയിറ്റേജ് എത്രയാണ്? 2/3 വെയിറ്റേജ്. ഓക്കെ, അപ്പോൾ മെജോറിറ്റി ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്നാൽ 3/4 of the weighted votes of present and voting. Okay, majority decision on 3/4 of the weighted vote and present and voting. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 1/3 വെയിറ്റേജ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ക്ലിയർ ആണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിസി ഹാസ് ലോസ് ഇറ്റ്സ് ഷീൻ കൺസിക്വൻറ്റ് ടു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി GST ലോസ് ഇൻ ഇന്ത്യ? Which of the following policy has lost its sheen consequent to implementation of the GST laws in India? ഏതാണ്? ഫിസിക്കൽ പോളിസി. ഓക്കെ, ഫിസിക്കൽ പോളിസി. ആൻസർ ഫിസിക്കൽ പോളിസി. അപ്പോൾ ഫിസിക്കൽ പോളിസി മീൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി മെഷേഴ്സ് എംപ്ലോയ്ഡ് ബൈ ഗവൺമെൻറ് ടു സ്റ്റെബിലൈസ് ദ എക്കോണമി, സ്പെസിഫിക്കലി ബൈ മാനിപ്പുലേറ്റിംഗ് ദ ലെവൽസ് ഓഫ് ആൻഡ് അലോക്കേഷൻ ഓഫ് ടാക്സ് ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? GST which has published as one nation one tax by the government aims to provide a simplified single tax regime in line with the tax framework applicable in several major economies across the globe. ഒരു സിംഗിൾ വൺ നാഷൻ വൺ ടാക്സ് എന്ന് പറയുന്ന ഒരു ആശയത്തോടു കൂടിയാണ് ഈ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദി സിംഗിൾ ടാക്സ് has helped streamline various indirect taxes and brought in more efficiencies in the business. അപ്പോൾ ഈ ഒരു സിംഗിൾ ടാക്സ് എന്ന് പറയുന്നത് ഒരുപാട് ബിസിനസ് പരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഉയർച്ചകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. GST law in India is a comprehensive multi-stage destination based. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. GST എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ദാറ്റ് ലെവീഡ് ഓൺ എവറി വാല്യൂ അഡീഷൻ. ഓക്കെ, ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അടുത്ത, which of the following are true of the goods and service tax introduced in India in recent time? Is a destination tax. It benefits. Which of the following are true of the goods and service tax? ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ശരിയാണോ? ശരിയാണ്. ഇറ്റ് ബെനിഫിറ്റ്സ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് മോർ. ഇറ്റ് ബെനിഫിറ്റ്സ് കൺസ്യൂമിംഗ് സ്റ്റേറ്റ്സ് മോർ. ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ടാക്സേഷൻ. ഇറ്റ് ഈസ് ആൻ അംബ്രല ടാക്സ് ടു ഇംപ്രൂവ് സീസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക നമുക്ക് നോക്കാം. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ GST is a major indirect tax to reform introduced in India by integrating the major indirect tax of the center and state. It is comprehensive tax levied on the manufacture, sale and consumption of the goods and services. The GST is a destination based tax. അപ്പോൾ ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അപ്പോൾ അത് ശരിയാണ്.
The GST is a destination tax and it is expected to favor consuming states as opposed to the richer producing state. അപ്പോൾ കൺസ്യൂമിങ് സ്റ്റേറ്റ്സിനാണ് ഇത്. ദ GST is destination tax. It is expected to favor consuming state. അപ്പോൾ കൺസ്യൂമർ സ്റ്റേറ്റ്സിനാണ് എന്താണ് ഇറ്റ് ബെനിഫിറ്റ്സ് കൺസ്യൂമിങ് സ്റ്റേറ്റ്സ് മോർ. അപ്പോൾ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ടാക്സ് ആൻഡ് ഇറ്റ് ബെനിഫിറ്റ്സ് മോർ കൺസ്യൂമിങ് സ്റ്റേറ്റ്സ്. ക്ലിയർ ആണ്. ആൻഡ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സിനേക്കാൾ കൺസ്യൂമിങ് സ്റ്റേറ്റ്സിനാണ് അതിന് അതിനെ എന്താ പറയുക, അത് സപ്പോർട്ട് ചെയ്യാം, ഫേവർ ചെയ്യാം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഇതൊരു അംബ്രല്ല ബേസ്ഡ്. GST എയിംസ് ടു സിംപ്ലിഫൈ ഇൻഡയറക്റ്റ് ടാക്സ്. GST എന്ന് വെച്ചാൽ ഈ ഇൻഡയറക്റ്റ് ടാക്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സോ ദ ബിസിനസ് ഇൻ ഇന്ത്യ ക്യാൻ ഫോക്കസ് ഓൺ കൊമേഴ്ഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഇൻ അഡീഷൻ ദാറ്റ് ന്യൂ GST regime is expected to give India a facelift on the global map and to improve the country's ranking on the ease of doing business index. അപ്പോൾ ഈ GST കാരണം കുറച്ചുകൂടിയുമൊക്കെ എക്കണോമിക് തലത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് വരും. അതായത് ആളുകളുടെ ഒരു സ്ലാബ്, ആളുകളുടെ ഇതിൽ പല സ്ലാബുണ്ട്, 0, 5, 12, 18, 28 എന്നൊക്കെ പറഞ്ഞ പല സ്ലാബുകളുടെ പറഞ്ഞു. അപ്പോൾ ആളുകളുടെ ഇൻകം അനുസരിച്ച് ഓരോരോ സ്ലാബ് വൈസ് അവർക്ക് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു GSTയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഇതിലേതാണ് വരിക? ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ടാക്സ്, ഇറ്റ് ബെനിഫിറ്റ്സ് മോർ കൺസ്യൂമിങ് സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ അംബ്രല്ല ടാക്സ് ടു ഇംപ്രൂവ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇതൊരു അംബ്രല്ല ടാക്സ് ടു ഈസ് ഓഫ് ഫോർ സപ്പോർട്ടിങ് ഓർ ടു ഇംപ്രൂവ് ഈസ് ഓഫ് ബിസിനസ് ഡൂയിങ്. ക്ലിയർ ആണ്. അപ്പോൾ ഈ 3 ഇതും കറക്റ്റാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഈ 3 എണ്ണമാണ് കറക്റ്റ്. അടുത്ത, out of the following which are not the features of GST 2017 in India? GST is applicable only supply of goods and service. GST is based on principle of origin based taxation than principle of destination based consumption. Import of goods is treated as interstate supplies and would be subjected to IGST in addition to applicable custom. It is a dual tax with sender state simultaneously laying it on a common base. GST is applicable to all goods and services without any exemptions. Out of the following which are not the features of GST, ഏതാണ് ഫീച്ചേഴ്സ് അല്ലാത്ത? GST എന്ന് പറഞ്ഞാൽ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഒറിജിൻ ബേസ്ഡ് അല്ല, ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതല്ല, ബി അല്ല. പിന്നെ GST ഈസ് അപ്ലിക്കബിൾ ടു ഗൂഡ്സ് ആൻഡ് സർവീസസ് വിത്തൗട്ട് എനി എക്സംഷൻ അല്ല. അതിൽ നമുക്കറിയാം ആൽക്കഹോൾ, അതുപോലെ തന്നെ ആൽക്കഹോൾ, പെട്രോളിയം ഇതൊക്കെ ഇന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റാണ്. GST ഈസ് ഓൺലി applicable on supply of goods and services. ശരിയാണ്. import of goods is treated as interstate supplies and would be subject to IGST in addition to applicable custom duties. Okay, it is a dual taxation with sender and state simultaneously laying on a common base. കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ അല്ലാത്തത്? GST is based on principle of origin based. ഒറിജിൻ ബേസ്ഡ് അല്ല, അതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അതുപോലെ തന്നെ എക്സംഷൻസ് ഉണ്ട്, ഇതും തെറ്റാണ്. ഇനി GST is aimed to dash. GST raise the price of the foreign goods, raise the price of luxury goods, lower the price of goods of every use, avoid repeated payment of tax from the raw material stage to the final product and thus reduce the burden of tax on the final product. Answer, GST is aimed to avoid. The answer, avoid repeated payment of tax from the raw material stage to the final product and thus reduce the burden of tax on the final product. Clear? So there are 3 types of taxes after the implemented GST. ഏതൊക്കെയാണ്? These are CGST, Central GST. Revenue will be collected by the central government. SGST എന്ന് പറഞ്ഞാൽ revenue will be collected by the state government for the sales in the state. IGST എന്ന് പറഞ്ഞാൽ revenue is collected by the central government for interstate sales. അപ്പോൾ interstate സെയിൽസിൻ്റെ ആരാ റവന്യൂ വാങ്ങുക? അത് collected by the central government. GST stands for Goods and Services Tax. GST was passed as 101 Amendment Act and came into force in 1st July 2000. നമുക്ക് പറയാം 101ാമത്തെ അമെൻമെൻറ്റ് ബില്ലാണ്, 101ാമത്തെ അമെൻമെൻറ്റ് ആക്റ്റാണ്. 122ാമത്തെ ബില്ല് came into force in 1st July 2017. Clear? GST is a comprehensive indirect tax on the manufacture, sale and consumption of the goods and services throughout India. അതൊരു comprehensive indirect tax ആണ്. manufacture, sale and consumption of goods and services throughout India. It will replace existing multiple taxes levied by the central and multiple taxes അത് replace ചെയ്യും. The concept of GST was first introduced in the parliament by P. Chidambaram in 2005. പാർലമെൻറ്റിൽ ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ച ആരാണ്? P. Chidambaram 2005. അടുത്തത്, ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ ഇന്ത്യ ഈസ് ആരാണ്? നമ്മൾ ആൾറെഡി നോക്കി, ഫിനാൻസ് മിനിസ്റ്ററാണ്. ചെയർമാൻ ആരാണ്? ഫിനാൻസ് മിനിസ്റ്ററാണ് ചെയർമാൻ. ക്ലിയർ? എന്താണ് GST കൗൺസിൽ എന്ന് പറയുന്ന സംഗതി?
ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അണ്ടർ ആർട്ടിക്കിൾ 279. ഇപ്പോൾ GST കൗൺസിലിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 279A ആണ്. ഇറ്റ് മേക്സ് റെക്കമെൻഡേഷൻസ് ടു ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 101st Amendment Act, 101th Amendment Act. GST Council is chaired by the Union Finance Minister and other members are the Union State Ministers of Revenue or Finance and the Ministers in charge of Finance or Taxation of all the states. അപ്പോൾ അതാണ് അതിലത്തെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞത്. 279A ആണ് GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്ന സംഗതി. It's a federal body where both the center and the states get due representation. Every decision of the Goods and Services Tax Council shall be taken at a meeting by a majority of not less than 3/4 of the weighted votes of the members present and voting. അപ്പോൾ 3/4 ആണ് അതിൻ്റെ മെജോറിറ്റി. നമ്മൾ നാളെ നോക്കി 3/4 മെമ്പേഴ്സ് ഓഫ് പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങിൻ്റെ 3/4 മെജോറിറ്റി വേണം. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്, നെയ്മലി എന്താണ്, the vote of the central government shall have weightage of 1/3 of the total vote cast. So 1/3 weightage ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. The votes of the state government taken together shall have weightage of 2/3. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 2/3 വെയിറ്റേജും സെൻട്രൽ ഗവൺമെൻറ് 1/3 വെയിറ്റേജും ടോട്ടൽ 3/4. ക്ലിയർ ആണ്. ഇനി legislative base of GST. In India, GST bill was first introduced in 2014 as the Constitution 122nd Amendment Bill. This got approval in 2016 and was remembered in the Statute of Rajya Sabha as the Constitution 101th Amendment Act 2016. Its provisions are central GST to cover excise duty, service tax, and state GST to cover VAT, luxury tax, etc. Integrated GST to cover interstate trade. ഓക്കെ, നമുക്കറിയാം GST ഇൻഡസ്ട്രി ട്രേഡാണ്. അവിടെ ആർക്കാണ് റവന്യൂ പോകുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ സെൻട്രൽ GST ടു കവർ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് സർവീസ് ടാക്സ്, സ്റ്റേറ്റ് GST ടു കവർ VAT ആൻഡ് ലക്ഷറി ടാക്സ്, ആൻഡ് സെൻട്രൽ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് GST ടു കവർ ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ്. ക്ലിയർ ആണ്. ആർട്ടിക്കിൾ 246A അതും GSTയുമായി ബന്ധപ്പെട്ടാണ്. ആർട്ടിക്കിൾ 246A സ്റ്റേറ്റ്സ് ഹാവ് ദ പവർ ടു ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആർട്ടിക്കിൾ 246 പറഞ്ഞ് സ്റ്റേറ്റ്സ് ഹാവ് ദ പവർ ടു ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ സ്റ്റേറ്റിന് പവർ ഉണ്ട്. ആർട്ടിക്കിൾ 246A എന്താ പറയുന്നത്? ദ സ്റ്റേറ്റ് ഹാവ് ദ പവർ ടു ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ് ലിവിഡ് ഓൺ മോസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ഫോർ ഡൊമസ്റ്റിക് കൺസംഷൻ. ദ GST ഈസ് പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ബട്ട് ഇറ്റ് ഈസ് റെമിറ്റഡ് ടു ദ ഗവൺമെൻറ് ബൈ ദ ബിസിനസ് സെല്ലിംഗ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ GST ഈസ് പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ്. നമുക്കറിയാം ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടാക്സ് ഓൺ ഇൻകം ആണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ഇൻകം ആണ്. ഇത് ടാക്സ് ഓൺ കൺസപ്ഷൻ ആണ്. ഇത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ കൺസപ്ഷൻ ആണ്. ടാക്സ് ഓൺ കൺസപ്ഷൻ. ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ടാക്സ് ഓൺ കൺസപ്ഷൻ, മറ്റേത് ടാക്സ് ഓൺ ഇൻകം. ഈ GST എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് വന്നത് 1999 വാജ്പേയി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അന്നത്തെ ഒരു എക്കണോമിക് അഡ്വൈസറി പാനൽ, അതിൽ മുമ്പത്തെ RBI ഗവർണേഴ്സായിട്ടുള്ള IG പട്ടേൽ, അതുപോലെ തന്നെ പിന്നെ ആരാണ്, ബിമൽ ജലാൻ, അതുപോലെ C രംഗരാജൻ, ഇവരൊക്കെ ചേർന്ന ഒരു അഡ്വൈസറി പാനൽ, എക്കണോമിക് അഡ്വൈസറി പാനലാണ് വാജ്പേയി ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ വാജ്പേയിയോട് ഈ ഒരു GST കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബംഗാൾ ചീഫ് മിനിസ്റ്ററായിട്ടുള്ള ജ്യോതി ബസുവാണ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ. ജ്യോതി ബസുവിനെ വിളിക്കുകയുണ്ടായി. ജ്യോതി ബസു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള ആരാണ്? ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള അസീം ദാസ് ഗുപ്തയെ എന്താ പറയുക, അദ്ദേഹം ഇന്ന് ചോദിച്ചു. അപ്പോൾ അസീം ദാസ് ഗുപ്തയാണ് GSTയുടെ ആർക്കിടെക്ട് ഓഫ് GST ഇൻ ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ അത് അസീം ദാസ് ഗുപ്തയാണ്. അപ്പോൾ ഈ വാജ്പേയി ഈ ജ്യോതി ബസുവിനെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ആ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള അസീം ദാസ് ഗുപ്തയെ ഇതിലേക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാജ്പേയി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റീനെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ GST കുറിച്ച് പഠിച്ച് കമ്മിറ്റീനെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. ഓക്കെ, പിന്നീട് അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിക്കുകയും പിന്നീട് 2002 ഒരു ടാസ്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തു. വിജയ് എന്തിനെക്കുറിച്ച്, ഈ ടാക്സ് റിഫോംസിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിജയ് കേൽക്കറിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെയാണ് ഈ GST കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ വരവ് എന്നുള്ളതൊക്കെ. പിന്നീട് അത് 2017 ജൂലൈ 1 നിലവിൽ വന്നു. അപ്പോൾ നമുക്ക് നോക്കിയത് GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വസ്തുതകളാണ്. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.